PSCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ജനറൽ PSC പരീക്ഷയ്ക്ക് മാനേജ്മെന്റിൽ നിന്നും ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത് അല്ലെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ കൺഫ്യൂസ്ഡ് ആക്കിയ മൊഡ്യൂളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തത്വങ്ങൾ, ആ ഒരു ഏരിയ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി എവിടുന്നാ പഠിക്കുക, എങ്ങനെ പഠിക്കും? ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഇനി ആരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണ്ട എന്നുള്ളൊരു പ്രചരണം പൊതുവെ നടക്കുന്നുണ്ട്. പക്ഷെ തെറ്റാണ്. വളരെ എളുപ്പത്തിൽ വളരെ മിനിമം ടൈം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ആ ടോപ്പിക്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള സ്ട്രാറ്റജി വീഡിയോ ഇന്ന് എടുക്കുന്നത് എൻ്റെ സഹോദരനാണ് അനുവിന്ദ്. കാര്യം ഇപ്പോഴുള്ള PSC പരീക്ഷകൾക്ക് നമുക്കൊരു എക്സിക്യൂഷൻ ലെവലിലുള്ള പഠനമാണ് വേണ്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ് അല്ലെ. കഴിഞ്ഞ LSGS മെയിൻസ് പരീക്ഷയുടെ അന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി ജഹാംഗീർ സാർ നമുക്ക് വേണ്ടി എക്സിക്യൂഷൻ ലെവലിലുള്ള ഒരു ക്ലാസ് എടുത്തു തന്നിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. തോമസ് ഐസക് സാർ, നമ്മുടെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹവും നമുക്ക് വേണ്ടിയിട്ട് LSG സെക്രട്ടറിയുടെ സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്ലാസ് തന്നിരുന്നു. അതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസിന് എക്സിക്യൂഷൻ ലെവലിൽ ചിന്തിക്കാനും അങ്ങനെ വരുമ്പോൾ ഈ തിയററ്റിക്കൽ പരീക്ഷയിൽ കൂടുതൽ നന്നായിട്ട് ഷൈൻ ചെയ്യാനും സാധിക്കും. ഇന്ന് നമുക്ക് വേണ്ടത് അതാണ്. ഈ പഠിക്കുന്ന തിയറി ഒക്കെ ഒരു പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക്കലായി പഠിച്ചിട്ടുള്ള വ്യക്തി നമുക്ക് ആ ടോപ്പിക്സ് പറഞ്ഞു തരുമ്പോൾ വളരെ എളുപ്പത്തിൽ അതിനെ 360 ഡിഗ്രി ഡയമെൻഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കും. ഇന്ന് അത്തരത്തിലുള്ള ക്ലാസ് ആണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് തത്വങ്ങളെ പറ്റി വളരെ ഇൻസൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. BCom-ലും CA പഠനവേളയിലും ഒക്കെ ഈ ടോപ്പിക്സ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കുറുക്ക് വഴികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഡോട്ട്സ് ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞുതരും. സോ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയിരിക്കും ഇന്ന് എടുക്കുക. അപ്പൊ ഇത് വെച്ചങ്ങ് പഠിച്ചാൽ മതി. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ സിലബസിനകത്തുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നാഗാർജുന യൂണിവേഴ്സിറ്റി അല്ലെ, നാഗാർജുന ഓപ്പൺ യൂണിവേഴ്സിറ്റി, നാഗാർജുന യൂണിവേഴ്സിറ്റി ഫോർ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, ആ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റ് PDF നമുക്ക് ഗൂഗിളിൽ തന്നെ കിട്ടും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ കൊടുത്തിട്ടുള്ള അതേ ഓർഡറിൽ തന്നെയാണ് ഇതിൽ പല കീവേഡ്സും കൊടുത്തിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ, ഇമ്പോർട്ടൻസ്, അതിന്റെ സബ് കമ്പോണൻസ്. സോ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകൾ വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കേണ്ട, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാം. ഇഗ്നോ, നാഗാർജുന യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, അവരുടെ ടെക്സ്റ്റ് വെച്ച് പഠിച്ചെങ്കിൽ സംഭവം സെറ്റാണ്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ കോഴ്സ് സ്ട്രക്ചറിൽ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചറിൽ പ്രിലിംസ് ബാച്ചും പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം. പ്രിലിംസ് അങ്ങ് പഠിച്ച് തീർത്തിട്ട് മെയിൻസ് പഠിക്കാം എന്നുള്ള രീതി അല്ല ഇവിടെ. പ്രിലിംസിന് മുമ്പ് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമുള്ള സബ്ജക്റ്റുകളിൽ ഞങ്ങൾ സെലക്ടഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് കഴിയുമ്പോഴത്തേക്കും ടെൻഷൻ കുറഞ്ഞ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഫെബ്രുവരി മാസം തന്നെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി മാസം തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബാച്ചിന് സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കാര്യം ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ ഇനിയുള്ള കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സിവിൽ സർവീസസിന് അല്ലെങ്കിൽ സിവിൽ സർവീസ് ശൈലിയിലുള്ള പഠനത്തിന് പണ്ടുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഇന്നില്ല. കാര്യം ഇന്ന് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ചെയ്താണ് ഇപ്പൊ PSC ചോദ്യം ചോദിക്കുന്നത്. അത് UPSC പിള്ളേർക്ക് PSC പിള്ളേർക്ക് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാഡമീഷ്യൻസിനെ അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പേർട്സിനെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സും എന്റെ ബ്രദർ അനുവിന്ദിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതായത് നമുക്ക് എക്സ്പേർട്ടിന്റെ സഹായം എന്തുകൊണ്ട് ഇവിടെ വേണം. ഞങ്ങളെ സഹായിക്കാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് അടക്കമുള്ള അക്കാഡമീഷ്യൻസും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ടെലിഗ്രാം കമ്മ്യൂണിറ്റി അംഗമല്ലാത്ത ആൾക്കാർ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ആവുക കേട്ടോ. ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. എപ്പോൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. സോ ക്ലാസ്സിലേക്ക് നേരെ പോവുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ഹലോ എവരിവൺ, എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 മൊഡ്യൂൾ 2-ൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഒരു ജനറൽ അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു സെഷൻ എടുക്കാൻ ഞാൻ വന്നിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈ ഒരു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടോപ്പിക്സ്, ഈ എൻറ്റയർ സിലബസ് ഇത് പല സ്റ്റേജിലും ഞാൻ അക്കാഡമിക്കലി പഠിക്കുകയും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സിലബസ് പലതും എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി സിലബസിന്റെ ഭാഗമായിരുന്നു, ബികോം സിലബസിന്റെ ഭാഗമായിരുന്നു. ഒരു പ്രൊഫഷണൽ സെനാരിയോയിൽ ഇതിനകത്തുള്ള പല കാര്യങ്ങളും എത്തിക്കൽ കൺസിഡറേഷൻസ്, CSR, TQM, പ്ലാനിങ്, ഇതൊക്കെയുള്ള പല കാര്യങ്ങളും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ PC സിലബസ് മാറുവാണല്ലോ, അപ്പോൾ അവിടെ മൊത്തത്തിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു അക്കാഡമിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ അതിന് നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, ഒരു ജനറൽ അവയർനെസ് തരിക. ഈ ഒരു വാസ്റ്റ് സിലബസ്, പുതിയൊരു പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും പലരും കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഒന്നും അറിയുന്നില്ല, ഒരു കുറെ സംഭവങ്ങൾ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, ഇത് കൊമേഴ്സുകാർക്ക് മാത്രം പറ്റുന്ന പരിപാടിയാണോ, ബാക്കി സയൻസ് ആൻഡ് ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവും. അപ്പം അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക. ഇത് നിങ്ങൾ ടെൻഷൻ അടിക്കാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, ജസ്റ്റ് ആർക്കും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു അവയർനെസ്, ആ ഒരു ട്രൂത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ഇതൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, എൻറ്റയർ സിലബസ് പഠിപ്പിച്ചെടുക്കാൻ ഈ കുറച്ച് സമയം പോരാ. ഇത് ഒരുപാട് മണിക്കൂറുകളുണ്ടെങ്കിൽ മാത്രമേ ഈ എൻറ്റയർ സിലബസ് ഇത്രയും സംഭവങ്ങൾ പഠിപ്പിച്ചെടുത്ത് മനസ്സിലാക്കി തരാകത്തുള്ളൂ. പക്ഷേ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് എത്രത്തോളം സിമ്പിൾ ആണ്, എത്രത്തോളം അണ്ടർസ്റ്റാൻഡബിൾ ആണ്, നിങ്ങൾക്കൊരു ജനറൽ അവയർനെസ് അതിനെപ്പറ്റി തരാൻ എനിക്ക് പറ്റും. അതാണ് ഈ സെഷന്റെ ഉദ്ദേശം. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറെ സംഭവങ്ങൾ ഇട്ടിരിക്കുന്നത് അല്ലേ, മാനേജ്മെന്റ് ഡെഫിനിഷൻസ്, പ്രിൻസിപ്പിൾ, അതിനുശേഷം കുത്തു, കോമ, വര, അങ്ങനെ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമുക്ക് എൻറ്റയർ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റിൽ ആദ്യമേ കണ്ടു നോക്കാം. നമ്മൾ എന്തൊരു വലിയ സംഭവത്തിൽ കാണുമ്പോഴും നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ ഒരു നമുക്കൊരു കോംപ്രഹെൻസീവ് സ്ട്രക്ചറൽ ഫോർമാറ്റിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം യു ഡോണ്ട് പാനിക് എന്നാണ് പറയുന്നത്. ഗെയിം മനസ്സിലാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവത്തില്ല. ഗെയിം മനസ്സിലാവാതെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് പാനിക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. ഇതിനെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫോർമാറ്റ് നിങ്ങളെ കാണിക്കാം. എൻറ്റയർ സിലബസിനെ, ഈ മൊത്തത്തിലുള്ള എൻറ്റയർ സിലബസിനെ നമുക്ക് ഓൾമോസ്റ്റ് 11 ടൈറ്റിൽസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ 11 കമ്പോണൻസ് മാത്രമേ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന 10 മാർക്ക് സിലബസിലുള്ളൂ. വെറും 11 കമ്പോണൻസ്. അത് 1 by 1 എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, എന്താണ് നമുക്ക് അതിനകത്ത് നിന്ന് എക്സാമിനുള്ള എക്സ്പെക്ടേഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിന് പഠിക്കാൻ വന്നത്. ഇപ്പോൾ ഓരോ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഒരു മിനിമം ലെവൽ ഓഫ് അവയർനെസ് ഈ ഒരു സെഷൻ മൂലം കിട്ടും. അപ്പം നിങ്ങൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, സിലബസ് ആയിട്ടൊന്ന് യൂസ് ടു ആവും, ഒരു ടോട്ടൽ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എൻറ്റയർ സിലബസിനെ പറ്റി കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എങ്ങനെയാണ് ഞാൻ ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പറയാം. സംഭവം സിമ്പിൾ ആണ്. ഇവിടെ അവർ സിലബസ് തന്നിരിക്കാൻ നോക്കാം. സിലബസിനകത്ത് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ട്. ഇറ്റ് ഹാപ്പൻസ്, അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പം മാനേജ്മെന്റ് ഡെഫിനിഷൻ ഇതൊരു ടോപ്പിക്കാണ്. പിന്നെ ഇവാലുവേഷൻ അല്ല, എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ആണുള്ളത്. ഈ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് വന്നിരിക്കുന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. ഇത് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ആണ്. അടുത്തത് ടോപ്പിക് മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ മാനേജ്മെന്റ് റോൾസ്, മാനേജ്മെന്റ് സ്കിൽസ്, മാനേജ്മെന്റ് ഫങ്ഷൻസ്. മാനേജ്മെന്റ് ഫങ്ഷൻസ് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇവിടെ ഇട്ടേക്കുവാണ് ഇങ്ങനെ. അപ്പം ഈ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പഠിച്ചാൽ മതി. 10 മാർക്കല്ലേ നമുക്കുള്ളത്. ചിലപ്പം ഓരോ ടോപ്പിക്കിന് ഓരോ മാർക്ക് ചോദിച്ചാലും 10 മാർക്കായി. ടോട്ടൽ 11 ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ ചോദിക്കില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു ടോപ്പിക് പഠിച്ചുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വയം പറയാം 10% അതിന്റെ പഠിച്ച കഴിഞ്ഞിട്ടോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് സ്വയം കിട്ടും. ഓക്കെ, ഇനി അധികം ഇൻട്രൊഡക്ഷനെ കിടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഓവർവ്യൂ പറഞ്ഞു പോവാം. മാനേജ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റിനെ പറ്റി ഒരുപാട് ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിലും MBA ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും വി ക്യാൻ സീ ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഡെഫിനിഷൻസ്. അതിനകത്ത് സിഗ്നിഫിക്കന്റ് ഡെഫിനിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. ബട്ട് കോമൺലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൽ അപ്പിയർ ചെയ്യുന്ന ഡെഫിനിഷൻസ്, കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, അതിൽ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 വളരെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഹരോൾഡ് കൂൺസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്.
മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഫോർമലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, ഇൻഫോർമൽ ഗ്രൂപ്പ് അല്ല. ഫോർമലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അവരെങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കുന്നത്, ഹൗ ദേ ആർ ഗെറ്റിംഗ് തിങ്സ് ഡൺ, അതാണ് മാനേജ്മെന്റ് ഒരു സിമ്പിൾ ഡെഫിനേഷനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഫോർമലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്ന ആ പ്രോസസ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്. ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. മാനേജ്മെന്റ് ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. മാനേജ്മെന്റ് ഇറ്റ്സ് എ സയൻസ് എന്ന് പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഓരോ സാഹചര്യങ്ങളും ഓരോ രീതിയിലേക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യാം. സോ ഇറ്റ്സ് മോർ ലൈക്ക് ആൻ ആർട്ട്. ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ജനറലൈസ്ഡ് ഫോം ഉണ്ട്, അതിനെ നമുക്ക് ഫ്ലെക്സിബിൾ ആയ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ഡെഫിനേഷൻ ചോദിക്കാം, പീറ്റർ എഫ് ഡ്രക്കർ. ഇറ്റ്സ് എ മൾട്ടിപർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ് ആൻഡ് മാനേജേഴ്സ് വർക്ക്സ് ആൻഡ് വർക്ക്. ഇവിടെ കണ്ടോ, ഇവിടെ കുറെ സ്ഥലത്ത് മാനേജസ് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ MCQ ചോദിക്കാം ഈ സംഭവം ആരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഇങ്ങനെ മാനേജസ് വന്നിരിക്കുന്നുണ്ട്. പീറ്റർ എഫ് ഡ്രക്കർ ആണെന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഓർമ്മയിൽ ഫീഡ് ചെയ്തിരിക്കുക. മൾട്ടിപർപ്പസ് ഓർഗൻ. എന്താണ് മൾട്ടിപർപ്പസ് ഓർഗൻ? ഇപ്പം ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ ബിസിനസ്, ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പർപ്പസ് ഓർഗൻ, മൾട്ടിപർപ്പസ് ഓർഗൻ. മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ട്. റവന്യൂ മാക്സിമൈസേഷൻ, അതിന്റെ വരുമാനം കൂട്ടുക ഒരു ഗോളായിരിക്കാം, അതിന്റെ ഗ്രോത്ത് കൂട്ടുക, അതിന്റെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള വേറൊരു ഗോളായിരിക്കാം. പിന്നെ പ്രോപ്പർലി ഒരു എംപ്ലോയി അപ്ലിഫ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് മറ്റൊരു ഗോളായിരിക്കാം. സോ ഒരു എൻറ്റിറ്റി അതിന് എപ്പോഴും മൾട്ടിപർപ്പസ് ആണ് ഉണ്ടായിരിക്കുക. ഒരു വലിയ ബിസിനസ് മൾട്ടിപർപ്പസ് ഓർഗൻ ആണ്. ഇറ്റ്സ് എ മൾട്ടിപർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ്. ആ മൾട്ടിപർപ്പസ് ഓർഗൻ ബിസിനസിനെ മാനേജ് ചെയ്യണം. ബിസിനസിനെ മാനേജ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, അതിനകത്തുള്ള മാനേജേഴ്സിനെ മാനേജ് ചെയ്യണം ആൻഡ് വർക്കേഴ്സിനെ മാനേജ് ചെയ്യണം. സോ ബിസിനസ്, മാനേജർ, വർക്കേഴ്സ് ആൻഡ് വർക്ക്സ്, ഈ 4 കമ്പോണന്റും മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നത്. ഇതുപോലെ ബാക്കി ഡെഫിനിഷൻസ് ഉണ്ട്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അന്തി ബ്ലോഗ്സിന്റെ ക്ലാസ്സിൽ അവർ ഡിസ്കസ് ചെയ്യും. ഞാനിപ്പം ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പം 4 മണിക്കൂർ 5 മണിക്കൂറോ ആയിരിക്കും. സോ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു. ഇതാണ് മാനേജ്മെന്റ് ഡെഫിനിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്. നമ്മുടെ സിലബസിൽ അത് ഇവാലുവേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അതിനെ നമുക്ക് എവല്യൂഷൻ എന്ന് പറയാം. എന്താണ് എവല്യൂഷൻ? ഇപ്പൊ അന്തി ബ്ലോഗ്സിന് ബാച്ചസ് ഉണ്ടാകുന്നത്, എവല്യൂഷൻ ബാച്ച്, റെവല്യൂഷൻ ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. എവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? കാലത്തിന് അനുസൃതമായി നടക്കുന്ന പുരോഗതി, ആ രീതി നമുക്ക് തന്നെ വിലയിരുത്താം എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രോണോളജിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തിങ്കേഴ്സ് ഇസ് നോൺ ആസ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്. എന്താണ് ക്രോണോളജിക്കൽ കോൺട്രിബ്യൂഷൻ? ക്രോണോളജിക്കൽ കോൺട്രിബ്യൂഷൻ മീൻസ് ഇൻ ഓർഡർ. ഇപ്പം നമ്മളുടെ ഓരോ വർഷം കഴിയുമ്പോഴും ആ ഓർഡറിൽ സംഭവിക്കുന്ന ഡെവലപ്മെന്റ്, അതാണ് ക്രോണോളജി എന്ന് പറയുന്നത്. ആ ഓർഡറിനെയാണ് നമ്മൾ ക്രോണോളജി എന്ന് പറയുന്നത്. പീരിയോഡിക്കൽ ഓർഡറിനെയാണ് നമ്മൾ ക്രോണോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1900s ഉള്ളത് ബ്യൂറോക്രാറ്റിക് മോഡലായിരുന്നു, മാക്സ് വെബറിന്റെ. അത് 1900s ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു കൺസെപ്റ്റ് ആണ്. അതിനുശേഷം 1910 സ്പെസിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നു, ടൈലർ കൊണ്ടുവന്നു. അത് എവല്യൂഷൻ ആണ്. മാക്സ് വെബറിന്റെ കോൺസെപ്റ്റ്സിനെ അമെൻഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു എവല്യൂഷണറി പുതിയ മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് അപ്പോൾ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇല്ല. അതിനുശേഷം പുതിയ മാനേജർ കൊണ്ടുവന്നു, ഹെൻറി ഫിയോണിന്റെ പുതിയ മാനേജർ, പ്രോസസ് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഈ ഹെൻറി പുള്ളിയാണ്. പുള്ളിയുടെ പേര് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇനിയും കേൾക്കും. നമ്മൾ ഈ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന പലയിടത്തും ഇത് കേൾക്കും. അതിനുശേഷമാണെങ്കിലും 1930s 1940s മാനേജർ കോൺസെപ്റ്റുകൾ ഇവോൾവ് ചെയ്തുകൊണ്ടു. ഈ ഓരോ കോൺസെപ്റ്റിനെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും, നിങ്ങളുടെ സിലബസ് കവറേജിന്റെ ഭാഗമായിട്ട് പഠിക്കും. ഇത് ഞാൻ ഈ ഒരു സെഷൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താണ് എവല്യൂഷൻ, എങ്ങനെയാണ് മാനേജർ കോൺസെപ്റ്റ്സ് ഇവോൾവ് ആയത്, എന്തൊക്കെയാണ്, അറ്റ്ലീസ്റ്റ് ഈ പേരുകളുമായിട്ട് നിങ്ങൾ ഫെമിലറൈസ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. 1950s 2 കോൺസെപ്റ്റ് വന്നു. അതിനുശേഷം ഇപ്പോൾ റീസെന്റ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരുന്നു. ഇപ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് മാറി. ഇപ്പം നമ്മുടെ ഈ 21st centuryയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് വാല്യൂ ക്രിയേഷൻ ആണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓവറോൾ ഓൾ പെർവാസീവ് വാല്യൂ ക്രിയേഷൻ, വിച്ച് മീൻസ് വാല്യൂ ക്രിയേഷൻ മണി ഉണ്ടാക്കണം, അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ അപ്ലിഫ്റ്റ് ചെയ്യണം, സൊസൈറ്റി അപ്ലിഫ്റ്റ് ചെയ്യണം, രാജ്യത്തിന് അതിനകത്ത് കോൺട്രിബ്യൂഷൻ വരണം, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അതിനകത്ത് വരുമാനം വരണം. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റ് പ്രൊപ്പോസിഷൻസ് ഫിലോസഫീസ് എല്ലാം
വാല്യൂ ക്രിയേഷൻ പെർസ്പെക്റ്റീവ് ആയിരുന്നു. പണ്ട് കൂടുതലും റവന്യൂ മാക്സിമൈസ് ചെയ്യുക, കാശ് സമ്പാദിക്കുക, ആ ഒരു സ്കീമിലായിരുന്നു. ഇപ്പം അതുപോലെ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവല്യൂഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സോ എവല്യൂഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ആൻഡി ബ്ലോക്സിലെ ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ. കേൾക്കുന്ന ആർക്കും തോന്നും എന്താണ് ഈ മാനേജ്മെന്റ് വ്യത്യാസം, എന്താണ് അഡ്മിനിസ്ട്രേഷൻ വ്യത്യാസം, രണ്ടും ഒന്നാണോ, ഏതാണ് വലുത് ഏതാണ് ചെറുത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പം ഇത് കൊണ്ടുപോയി ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ, ഈ ടോപ്പിക്ക് കൊണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചിലടത്ത് പറയും മാനേജ്മെന്റ് ആണ് ഏറ്റവും വലുത്, അതിന് അണ്ടർ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ചിലതിനകത്ത് പറയും അഡ്മിനിസ്ട്രേഷൻ ആണ് ഏറ്റവും വലുത്, അതിന്റെ അണ്ടറിലാണ് മാനേജ്മെന്റ് വരുന്നത്. നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ ഒരു അക്കാഡമിക്കൽ മൈൻഡ് സെറ്റ് പഠിക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റീസ് ജനറലി റിനോവ്ഡ് ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് പഠിക്കേണ്ടത്. അത് പഠിച്ചാണ് നമ്മൾ PhD എഴുതേണ്ടത്, എങ്കിൽ മാത്രമേ അവർ നമുക്ക് മാർക്ക് എഴുതുള്ളൂ. സോ നിങ്ങൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റിസർച്ച് നടത്തുക, റിസർച്ച് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ബ്രെയിൻ സ്റ്റോം ചെയ്യുക. പക്ഷെ എപ്പോഴും പഠിക്കേണ്ടത് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽസ്, അക്കാഡമിക് മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും പഠിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരു ജനറൽ ഐഡിയ തരാൻ വേണ്ടി ഞാൻ പറയാം. അഡ്മിനിസ്ട്രേഷൻ ഇസ് എ തിങ്കിങ് ഫംഗ്ഷൻ, വേറസ് മാനേജ്മെന്റ് ഇസ് എ ഡൂയിങ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അത് ഡൂയിങ് വരുന്നില്ല. അഡ്മിനിസ്ട്രേഷൻ അത് ഡൂയിങ് വരും, അഡ്മിനിസ്ട്രേഷന്റെ പ്രാക്ടിക്കൽ സൈഡിലാണ് ഡൂയിങ് വരുന്നത്. അത് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അവർ IAS ആണല്ലോ, അവർ പക്ക ദേ ആർ ഓൺ ഫീൽഡ്, ദേ ആർ ഡൂയിങ് തിങ്സ്. അവർ ജസ്റ്റ് തിങ്ക് ചെയ്യാൻ മാത്രം, ദേ ആർ ഡൂയിങ് തിങ്സ്. പക്ഷെ ഇത് ആ അഡ്മിനിസ്ട്രേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ തിങ്കിങ് ഫംഗ്ഷൻ എന്ന് അതുകൊണ്ട് അവർ എന്താ ഉദ്ദേശിക്കുന്നത്? സംഭവം സിമ്പിൾ ആണ്. അഡ്മിനിസ്ട്രേഷൻ കൺസേൺ ഡിറ്റർമിനേഷൻ ഓഫ് കോർപ്പറേറ്റ് പോളിസി, കോർപ്പറേറ്റ് പ്രൊസീജിയേഴ്സ്, അതൊക്കെ എങ്ങനെ വേണം, ഫിനാൻസ് പ്രൊഡക്ഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടത് തീരുമാനം എടുക്കുന്നു. അത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് എടുക്കുന്നത്. അത് എടുക്കുന്നത് കൂടുതലും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CEO ലെവലുള്ള ആൾക്കാരായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഈ ഒരു പർച്ചേസ് അത് എങ്ങനെ, ഒരു വെണ്ടറെ എങ്ങനെ കണ്ടെത്തണം, ഒരു പർച്ചേസ് എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ അത് എങ്ങനെ ആയിരിക്കണം, എംപ്ലോയി ഫ്രണ്ട്ലി ആയിരിക്കണോ, സെൻട്രലൈസ്ഡ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണോ, അതോ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണോ, എന്തായിരിക്കണം റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, ഇതൊക്കെ തീരുമാനിക്കുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ടോപ്പ് ലെവലിലുള്ള CEOസും CFOസും ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണോ? അല്ല. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാനേജേഴ്സ് ആണ്. സോ ഈ സംഭവങ്ങൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് തിങ്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ സംഭവങ്ങൾ മാനേജേഴ്സ് ചെയ്യുന്നു. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഇസ് എ ഡൂയിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. മാനേജ്മെന്റ് ഇസ് കൺസേൺ വിത്ത് എക്സിക്യൂഷൻ ഓഫ് പോളിസി. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് പോളിസിയാണ് വന്നിരിക്കുന്നത്. അവര് പോളിസി ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ മാനേജർ എന്താണ് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നു. ദിസ് ഇസ് എക്സിക്യൂഷൻ ഓഫ് പോളിസി വിത്തിൻ ദ ലിമിറ്റ്സ് സെറ്റപ്പ് ബൈ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് കേൾക്കുക. മാനേജർ എന്താണ് ചെയ്യുന്നത്? അവർ ഗ്രൗണ്ട് ലെവലിൽ, ഫീൽഡിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറൻസ്. ഇത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം, ഒരുപാട് ഡീറ്റെയിൽഡ് പഠിക്കാം. അതെല്ലാം ക്ലാസ്സസിൽ റിലവന്റ് റെസ്പെക്റ്റീവ് ഫാക്കൽറ്റീസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലെ അടുത്തൊരു സംഭവമാണ് മാനേജീരിയൽ സ്കിൽ എന്ന് പറയുന്നത്. അത് ഒരുമിച്ച് എടുത്തിരിക്കുന്നത് സ്കിൽസ് ആൻഡ് റോൾസ് എന്നുള്ള രീതി ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. ഞാൻ അത് രണ്ടായിട്ടാണ് നമ്മുടെ പല റിസോഴ്സസിലും കണ്ടിട്ടുള്ളത്. മാനേജ്മെന്റ് സ്കിൽസ് ആണ്, മാനേജ്മെന്റ് റോൾസിലുണ്ട്. ഒരു മാനേജർക്ക് എന്തൊക്കെ സ്കിൽസ് വേണം? സ്കിൽസ് എന്ന് വെച്ചാൽ സ്കിൽ അവരുടെ കഴിവാണ്, അവരുടെ യുണിക് സ്കിൽസ് എന്ന് വെച്ചാൽ അവർക്ക് മാത്രമായിട്ടുള്ള കഴിവ്, അല്ലെങ്കിൽ അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനേജറിലായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ സ്കിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്കിൽസ് ഏതൊക്കെ തരത്തിലാവാം? സ്കില്ലിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്കിൽ ഈസ് ആൻ അക്വേർഡ് ആൻഡ് ലേൺ എബിലിറ്റി. അതൊരു എബിലിറ്റിയാണ് ടു ട്രാൻസ്ലേറ്റ് നോളജ് ഇൻ ടു പെർഫോമൻസ്. സ്കിൽ എന്ന് വെച്ചാൽ അക്കാഡമിക് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന നമ്മുടെ ഒരു എബിലിറ്റി, നമ്മുടെ ഒരു കഴിവ്, നമ്മുടെ നോളജിനെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിനെ, നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള നോളജിനെ, അറിവിനെ പെർഫോമൻസ് ആയിട്ട് എക്സിക്യൂഷൻ ലെവലിൽ എങ്ങനെ കൊണ്ടുവരാം, നമുക്ക് അറിയാവുന്ന കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ അക്കാഡമിക് ലെവലിലും നമ്മുടെ എക്സ്പീരിയൻസിലും നമ്മുടെ പ്രൊഫഷണൽ ലെവലിലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ നോളജ് ആയിട്ടുണ്ടായി, അതിനെ എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ലെവൽ എങ്ങനെ കൊണ്ടുവരാം, അതിനാണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്? ടെക്നിക്കൽ സ്കിൽ. ടെക്നിക്കൽ സ്കിൽ എന്ന് വെച്ചാൽ സ്പെസിഫിക് കൈൻഡ് ഓഫ് നോളജ് ആണ്. ഇപ്പം എഞ്ചിനീയറിംഗ് ഒരു ടെക്നിക്കൽ സ്കില്ലാണ്, മെഡിസിൻ ഒരു ടെക്നിക്കൽ സ്കില്ലാണ്, ഓഡിറ്റിംഗ് അതൊരു ടെക്നിക്കൽ സ്കില്ലാണ്.
പൈലറ്റ് ആവണമെങ്കിൽ ടെക്നിക്കൽ സ്കിൽ വേണം. ഇപ്പൊ ഒരിക്കലും ഒരു ഡോക്ടർക്ക് പോയി പൈലറ്റ് ആവാൻ പറ്റില്ല. ഇറ്റ്സ് എ സ്പെസിഫിക് ടെക്നിക്കൽ സ്കിൽ. ആ സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ചെയ്യാമെന്ന പ്രവൃത്തിയെ പറ്റിയിട്ടുള്ള സ്പെസിഫിക് നോളജിനാണ് നമ്മൾ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അത് വേണം. ഹ്യൂമൻ സ്കിൽ. ഹ്യൂമൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇത് ഹ്യൂമൻ സ്കിൽ വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു ടീം പ്ലെയർ ആവുക. വേറൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരു ബിസിനസ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ഐസൊലേഷൻ, നമ്മൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ഗ്രൂപ്പുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ടീമുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ടീം ബിൽഡിങ്, ആ ഒരു ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ് ഹ്യൂമൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ കൊളോക്കിൽ ഇതിനെ പീപ്പിൾ സ്കിൽ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബിഹേവിയറൽ സ്കിൽ എന്നൊക്കെ പറയും. പക്ഷെ അതിനെ നമ്മൾ അക്കാഡമിയിൽ ഹ്യൂമൻ സ്കിൽ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് അനലിറ്റിക്കൽ സ്കിൽ. എന്താണ് അനലിറ്റിക്കൽ സ്കിൽ? ഏറ്റവും അധികം കുറവുള്ള ഒരു സ്കിൽ ഏതെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് അനലിറ്റിക്കൽ സ്കിൽ ആയിരിക്കും. ഇതിന്റെ ബേസിക് എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. അനലിറ്റിക്കൽ സ്കില്ലിൽ നമുക്ക് വേണ്ടുന്നത് ഒരു പ്രശ്നം, ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം ഒരു പ്രൊഡക്ഷൻ ഇഷ്യൂ നടക്കുന്നു, ആ ഒരു പ്രൊഡക്ഷൻ ഇഷ്യൂ നടക്കുന്ന അവിടെ പ്രൊഡക്ഷൻ കുറവാണ്, കഴിഞ്ഞ ക്വാർട്ടറിനെക്കാട്ടി ഈ ക്വാർട്ടറിൽ അവിടെ പ്രൊഡക്ഷൻ, അവിടെ നിർമ്മാണം കുറവാണ്. അതിന്റെ അതൊരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ്, അതിന്റെ പ്രശ്നം എന്താണെന്ന് കറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ ഒരു അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ആ സ്കില്ലാണ് നമ്മൾ അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അതിന് റീസൺ പലതും. ഒരുപക്ഷെ അവിടെ റൺ ചെയ്യുന്ന എൻജിൻസിന്റെ മെഷീനറിയുടെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോലിക്കാരുടെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ അവർ പ്രൊഡക്ഷൻ സോഴ്സ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് അത് ചിലപ്പം പ്രോപ്പർ ആയിരിക്കത്തില്ല, ലോ ക്വാളിറ്റി സാധനമായിരിക്കും. അത് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നതാണ് അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. ഇത് ടെക്നിക്കൽ സ്കില്ലോട്ട് വളരെ ഇന്റർറിലേറ്റഡ് ആണ്. അനലിറ്റിക്കൽ സ്കില്ല്, സബ്ജക്ട് നോളജ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അനലിറ്റിക്കൽ സ്കിൽ, ആ അനലിറ്റിക്കൽ വ്യൂ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഈസ് കോൺസെപ്ച്വൽ സ്കിൽ. ഇത് സംഭവം ഒന്നുമില്ല, നമ്മുടെ ബിസിനസ്, അതിന്റെ എൻവയോൺമെന്റ്, അതിന്റെ പ്രവർത്തന രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓൾ വർക്കിംഗ് ബേസ്ഡ് ഓൺ വേരിയസ് കോൺസെപ്റ്റ്സ്, കുറെ സിസ്റ്റംസ്, കുറെ സബ് സിസ്റ്റംസ്, അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അതിനെപ്പറ്റി വേണം. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കുള്ള കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആയിരിക്കില്ല സർവീസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാൾക്കുള്ളത്. ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, ചെയ്യാവുന്ന വർക്കിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ആ വ്യക്തി കൈകാര്യം ചെയ്ത ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടുള്ള കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ സാങ്കേതികത്വം, അതിന്റെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, എന്താണ് അതിന്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്നുള്ളതാണ് കോൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ഓവറോൾ വർക്കിംഗ്, അതിന്റെ പ്രവർത്തന രീതി അത് മനസ്സിലാക്കുക. കോൺസെപ്ച്വൽ സ്കിൽ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോന്നാണ്. ഇപ്പൊ ടെലികോം ഇൻഡസ്ട്രിക്ക് വേണ്ടി ആയിരിക്കത്തില്ല എയർലൈൻ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്നത്. അത് അതിന്റെ വർക്കിംഗ് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ കോൺസെപ്റ്റ്, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് കോൺസെപ്ച്വൽ സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആയി. എസ്പെഷ്യലി ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്, ഒരു ബിസിനസ് എൻവയോൺമെന്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഫക്റ്റീവായിട്ടും ചുരുങ്ങിയ വാക്കുകളിലും അവരുടെ തലപ്പത്തുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിനാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തലപ്പത്തുള്ള ആൾക്കാർ മാത്രമല്ല, അവരുടെ താഴെക്കിടയിലുള്ള ആൾക്കാരുമായിട്ടും അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ എല്ലാ രീതിയിലും ഹയർ ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കില്ല ലോ ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. രണ്ടിന്റെയും നമുക്ക് കിട്ടുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. ആ പ്രോപ്പർ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. മാനേജർ സ്കില്ല് ഈ 5 മാത്രമല്ല, ഇഷ്ടംപോലെ സ്കിൽസ് വേറെ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. Then next we have roles of managers. മാനേജേഴ്സ് ഇഷ്ടംപോലെ റോൾ ഉണ്ട്. മെയിൻ റോൾ ഈസ് ലീഡർഷിപ്പ് റോളാണ്. കൂടെയുള്ള ആൾക്കാരെ നയിച്ച് കൊണ്ടുപോയി കമ്പനിയുടെ ഗോൾസ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള്. പക്ഷേ നമുക്ക് അക്കാഡമിക്കിൽ നോക്കുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ റോൾസ്, പല രീതിയിലുള്ള സംഭവങ്ങൾ കാണാം. ഓരോന്ന് പറഞ്ഞിട്ട് നോക്കാം. ഇത് ചെറിയൊരു ലിസ്റ്റ് ആണ്. ഇതിനേക്കാൾ കൂടുതൽ റോൾസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കും. ദ മോർ കോംപ്ലക്സ് ഓർഗനൈസേഷൻ, ദ മോർ ക്രൂഷ്യൽ ഹിസ് റോൾ. ഒരു ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി, അതിന്റെ സങ്കീർണത കൂടുന്നതനുസരിച്ച് മാനേജ്മെന്റിന്റെ റോളും അവരുടെ പ്രാധാന്യവും കൂടും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കുറച്ച് മുന്നേ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വ്യക്തിബന്ധങ്ങൾ, ആൾക്കാരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. ആസ് എ ഫിഗർ ഹെഡ്, ആൾക്കാർക്ക് ലുക്ക് അറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട്, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിയെ പോയി നമുക്ക് ഡീൽ ചെയ്യാവുന്ന, പുള്ളിയുടെ സംസാരിക്കാവുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പുള്ളിയെ സോൾവ് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണം. അതാണ് ഫിഗർ ഹെഡ്.
ലീഡർഷിപ്പ് റോൾ, പുള്ളിക്ക് ഒരു ലീഡർഷിപ്പ് നയിക്കാൻ സാധിക്കണം. ലൈസൺ റോൾ, പുള്ളി മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സിനായിട്ട് ഒരു കോർഡിനേഷൻ കൊണ്ടുവരാൻ സാധിക്കണം. എംപ്ലോയീസും ടോപ്പ് ലെവൽ മാനേജ്മെന്റുമായിട്ടുള്ള നടുക്കിലുള്ള ഒരു ലൈസൺ ഓഫീസറായിട്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കണം. എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കാനും പ്രോപ്പർലി മറ്റുള്ളവരിലെ കമ്മ്യൂണിക്കേഷൻ എത്തിക്കാനുള്ള കപ്പാസിറ്റി പുള്ളിക്ക് ഉണ്ടായിരിക്കണം. അടുത്ത ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഇതും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ്. മോണിറ്ററിങ് ഇൻഫർമേഷൻ, നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ റെഗുലർലി മോണിറ്റർ ചെയ്യുക, ഓരോന്നും 1 by 1 ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ക്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യുക, അല്ലാതെ ഡീൽ ചെയ്ത് വിടുന്നതാണ് ഡീൽ ചെയ്യുക. പ്രോപ്പർലി ഓർഗനൈസേഷൻ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തവും ശക്തമായ രീതിയിൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കണം. ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഓർഗനൈസേഷൻ സ്പോക്സ്മാൻ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ജസ്റ്റ് മോണിറ്റർ ചെയ്തിട്ട് മാത്രം ഇതിൽ പോരല്ലോ, അത് നമ്മൾ പ്രോപ്പർലി പ്രോസസ് ചെയ്യണം, ഡിസെമിനേറ്റ് ചെയ്യണം, എത്തിക്കേണ്ടുന്ന ആൾക്കാരെ നമ്മൾ എത്തിക്കണം ആ ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ കിട്ടി, നമ്മൾ പ്രോസസ് ചെയ്ത് നമ്മൾ ഡീൽ ചെയ്തു എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല, അത് വേറൊരാളിലേക്ക് എത്തിക്കണം. മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് പ്രോപ്പർലി എത്തിക്കണം, ഡിസെമിനേറ്റ് ചെയ്യണം. പിന്നെ ഓർഗനൈസേഷൻ സ്പോക്സ്മാൻ ആയിരിക്കും. ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴത്തേക്കും മീഡിയ സ്പോക്സ്മാൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്യൂ സംഭവിക്കുകയാണ്, ഒരു ലേബർ സ്ട്രൈക്ക് ഉണ്ടാവുകയാണ്. ലേബർ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും ഓർഗനൈസേഷൻ്റെ സ്പോക്സ്മാൻ ആയിരിക്കും ലേബേഴ്സുമായിട്ട് പോയി ആ ചർച്ച നടത്തുന്നത്. ആ റോൾസ് ഒക്കെ മാനേജേഴ്സിനുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. മാനേജർ സ്കില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് മാനേജർ റോൾസിൽ പറയുന്നത്. ഈ സ്കിൽസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബേസിക്കലി റോൾസിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സംഭവം. നിങ്ങളിത് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഡിസിഷൻ മേക്കിംഗ്, ഒരു ഓൺടർപ്രിന്യൂർ, ഒരു ബിസിനസ് മുതലാളി, ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ, ഒരു ഓൺടർപ്രിനർ എങ്ങനെയാണ് ചിന്തിക്കുന്ന ആ രീതിയിൽ ഓൺടർപ്രിനർ മൈൻഡ് സെറ്റിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. കോൺഫ്ലിക്ട് ഹാൻഡ്ലർ, അതുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, അതായത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എംപ്ലോയീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, വർക്ക്മെൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം ഹാൻഡിൽ ചെയ്ത് റിസോൾവ് ചെയ്യാൻ പറ്റുക. പിന്നെ റിസോഴ്സ് അലോക്കേറ്റർ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് നമ്മൾ പറയും മാനേജ്മെന്റിനകത്ത്. നമ്മളുടെ ഒരു ലോങ് ടൈമിൽ ഒരു കുറെ നാളത്തേക്ക് ഒരു കമ്പനി നല്ല രീതിയിൽ സുസ്ഥിരമായി പോകണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അവരുടെ റിസോഴ്സസ്, അവരുടെ കയ്യിലുള്ള സമ്പത്ത്, ഹ്യൂമൻ റിസോഴ്സ്, മോണിറ്ററി റിസോഴ്സ്, ടെക്നിക്കൽ റിസോഴ്സ്, ഇതിനെ എല്ലാം ഒപ്റ്റിമം നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പഠിക്കുക. നെഗോഷിയേറ്റർ എന്ന് വെച്ചാൽ എന്താണ്, പുള്ളിക്ക് നെഗോസിയേഷൻ സ്കില്ല് കാണണം. എംപ്ലോയീസുമായിട്ട് സാലറി നെഗോസിയേഷൻ ചെയ്യാൻ സാധിക്കണം. ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോഴത്തേക്കും പൊളിറ്റീഷ്യൻസുമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്താനുള്ള കഴിവ് വേണം. ഒരു ഓവറോൾ നെഗോസിയേഷൻ സ്കിൽ ഇതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് മാത്രമല്ല സിലബസിനകത്തുള്ളത്. നമ്മളിപ്പം ഈ സിലബസിന്റെ ഇവിടം വരാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേഷൻ റോൾസ് ആൻഡ് സ്കിൽസ് വരാണ് ഇപ്പം നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാൻ കിടക്കുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. ഈ ഒരു ഏരിയ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ കിടപ്പുണ്ട്. സോ ബാക്കി ഏരിയസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിനെപ്പറ്റി ഇപ്പം ചെയ്ത പോലെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതനുസരിച്ച് റെസ്പോൺസ് അനുസരിച്ച് ബാക്കി വീഡിയോയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമന്റ്സ് താഴെ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.